ഹായ് വെൽക്കം. സോ നമ്മൾ ന്യൂറൽ കണ്ടക്ഷൻ്റെ MCQs ആണ് നോക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂറൽ കണ്ടക്ഷൻസ് നടക്കുന്നത്, അതിൻ്റെ ഒരുപാട് ടേംസുകൾ പഠിച്ചായിരുന്നു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. ദ നോർമൽ ന്യൂറോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദെയർ മെംബ്രെയിൻ ഇസ് കോൾഡ്. നോർമൽ ന്യൂറോൺ നോർമലാണ്. ഒരു ന്യൂറോണിലെ നോർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ല, സാൽട്ടേറ്ററി അല്ല, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ്. അവിടെ ശ്രദ്ധിക്കുക, നോർമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മെംബ്രെയിൻ്റെ ഒരു ന്യൂറോണിലെ നോർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്നതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Second one, when an adequate strength of stimulus is applied, the resting potential develop into. So ഒരു അഡിക്വേറ്റ് സ്ട്രെങ്ത്തിലുള്ള സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ന്യൂറോണിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ന്യൂറോൺ എന്തായിട്ട് മാറും? അത് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറും. അവിടെ എന്താണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് അത് മാറും. സോ അതാണ് when an adequate strength of stimulus is applied, the resting potential develop into ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് മാറുന്നത്. സോ അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിന് എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറുന്നത്? അത് അഡിക്വേറ്റ് സ്ട്രെങ്ത്തിലുള്ള ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറും? ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറും. തേർഡ് വൺ, ഡാഷ് ന്യൂറോൺ ദാറ്റ് വിൽ കോസ് ദ നെക്സ്റ്റ് വൺ ടു ഫയർ. ഏത് ന്യൂറോണാണ് അടുത്ത ന്യൂറോണിനെ ഫയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തതിലോട്ട് എക്സൈറ്റ് ചെയ്യുന്നത്? സോ അങ്ങനെ മറ്റ് ന്യൂറോണിനെ ഫയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പറയുന്നത് എക്സൈറ്റേറ്ററി ആണ്. സോ അത് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഫയർ ചെയ്യാത്തത് ഏതാണ്? ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഇൻഹിബിറ്റേറ്ററി ആണ്. സോ അപ്പം ഡാഷ് ന്യൂറോൺ ദാറ്റ് വിൽ കോസ് ദ നെക്സ്റ്റ് വൺ ടു ഫയർ ഇസ് എക്സൈറ്റേറ്ററി. Fourth one, the neuron conducting an action potential towards the synapse is called. So the neuron conducting സിനാപ്സിനെതിരെയായിട്ട് ന്യൂറോൺ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. ഇനി പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്ന ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യലിനെ സ്വീകരിക്കുന്നതാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ ന്യൂറോൺ ആക്ഷൻ പൊട്ടൻഷ്യൽ സിനാപ്സിലോട്ട് വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യലിനെ കണ്ടക്ട് ചെയ്യുന്നവരെ പറയുന്നത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നാണ്. ഫിഫ്ത്ത് വൺ, ന്യൂറോൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ സെൽ അറ്റ് ജംഗ്ഷൻ കോൾഡ്. സോ എന്താണ്? ഒരു ന്യൂറോൺ മറ്റു ന്യൂറോണുമായിട്ട് ഒരു ജംഗ്ഷനിൽ അവർ തമ്മിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഗ്യാപ്പ് അല്ല പറയുന്നത്. ആ ഒരു ജംഗ്ഷന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന്. സിക്സ്ത് വൺ, ഇൻ ഡാഷ് ന്യൂറോൺസ് ഇമ്പൾസസ് ആർ സെൻഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇമ്പൾസ് കളക്ട് ചെയ്ത് അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് യൂണിപോളാർ ആണ്. സോ ഓപ്ഷൻ എ ആണ്. സെവൻത്ത് വൺ, ഡാഷ് ഇസ് എ ഫോഴ്സ് ദാറ്റ് എക്സൈറ്റ്സ് എ ന്യൂറോൺ. ഒരു ന്യൂറോണ് എക്സൈറ്റ് ചെയ്യാൻ കഴിവുള്ള ആ ഫോഴ്സിന് പറയുന്ന പേര് എന്താണ്? കണ്ടക്ഷൻ അല്ല, പ്രൊപ്പഗേഷൻ അല്ല. സോ സ്റ്റിമുലസ് എന്നാണ് പറയുന്ന ഒരു ന്യൂറോണിനെ എക്സൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റിമുലസ് എന്ന്. In dash phase of action potential, the normal voltage polarity is reversed. സോ ഒരു നോർമലി ഇരിക്കേണ്ട നോർമൽ വോൾട്ടേജ് പൊളാരിറ്റി ഉണ്ടല്ലേ, അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവും. ഈ ഒരു നോർമൽ വോൾട്ടേജ് പൊളാരിറ്റിയിൽ റിവേഴ്സ് തിരിഞ്ഞു വരുന്ന ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഫേസിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതെന്താണ്? ഡീപോളറൈസേഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. As the polarity become restored, there is light overshoot in the movement of potassium ion called. സോ ഈ പൊളാരിറ്റി വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക് പൊട്ടാസ്യം അയോൺസിൻ്റെ ഓവർഷൂട്ട് വരുന്നത് ആ ഫേസിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ഹൈപ്പർ പോളറൈസേഷൻ എന്നാണ്. സോ ഹൈപ്പർ പോളറൈസേഷൻ. 10th, among the following which law is related to neural conduction? ന്യൂറൽ കണ്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്നെൽസ് ലോ അല്ല, ന്യൂട്ടൺസ് ലോ അല്ല, ഇത് രണ്ട് ഫിസിക്സിലുള്ള ലോ ആണ്. സോ ഇത് ഓൾ ഓർ നൺ ആണ്. NONE, ഓൾ ഓർ നൺ ലോ ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 11th one, a stimulus just adequate to cause an impulse is called. സോ ഒരു സ്റ്റിമുലസ് അത് ഇമ്പൾസ് ആവാൻ ആയിട്ടുള്ള മാറാനുള്ള ആ ഒരു കാര്യത്തിന് നമ്മൾ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിമുലസിന് ഇമ്പൾസാക്കി മാറ്റാൻ കഴിവുള്ള ആ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിനെ പറയുന്ന ആ ഒരു റീസണെ പറയുന്ന പേരാണ് ത്രഷ് സ്റ്റിമുലസ് എന്ന്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓൾ ഓർ നൺ ലോ.
സോ ഓൾ ഓർ നൺ ലോ ഇസ് റിലേറ്റഡ് ടു ന്യൂറൽ കണ്ടക്ഷൻ. സോ അത് കറക്റ്റാണ്. ഇൻ ദിസ് ലോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കർ മാക്സിമലി ഓർ നോട്ട് അറ്റ് ഓൾ. സോ അത് കറക്റ്റാണ്. ലോയിൽ പറയുന്ന മെയിൻ കാര്യം എന്താണ്? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കാം, അത് മാക്സിമം ആയിരിക്കും, ഒന്നുകിൽ നടക്കാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. സോ ഇത് രണ്ടുമേ ഉള്ളെന്നാണ് ആ ലോയിൽ പറയുന്നത്. ബി, സോ അപ്പം എയും ബിയും കറക്റ്റാണ്. സി, ഇൻ ദിസ് ലോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കർ പാർഷ്യലി ഓൾസോ. ആക്ഷൻ പൊട്ടൻഷ്യൽ പാർഷ്യലി നടക്കുമെന്നാണ് പറയുന്നത്. സോ അത് തെറ്റാണല്ലേ. മാക്സിമലി അല്ലെങ്കിൽ നടക്കത്തില്ല, ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ നടക്കത്തില്ല. സോ ഇതാണ് ഓൾ ഓർ നൺ ലോയിൽ പറയുന്നത്. സോ അപ്പം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ്. 13. In dash conduction, action potential only occur in nodes of Ranvier. ഇനി ഏത് കണ്ടക്ഷനിലാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ നോട്ട്സ് ഓഫ് റാൻവീർ, അതായത് മൈലൻ ഷീറ്റിൻ്റെ ഗ്യാപ്പിൽ കാണുന്ന ആ നോട്ട്സ് ഓഫ് റാൻവീറിൽ നിന്ന് ഒന്നിൽ നിന്ന് അടുത്തതിൽ നടക്കുന്ന ആ ഒരു നെർവ് ട്രാൻസ്മിഷനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ഷനെ പറയുന്ന പേരാണ് സാൾട്ടേറ്ററി കണ്ടക്ഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 14. Neuron communicate with other cell at junction called synapses ആണ്. ഓപ്ഷൻ എ ആണ്. 15. At synapse the axon terminal is expanded into. ആക്സോൺ ടെർമിനൽ എന്താണ്, അറ്റത്ത് എത്തുമ്പോൾ എന്തായിട്ട് മാറും? സിനാപ്റ്റിക് നോബായിട്ട് മാറും. സോ 15 എ ആണ് ആൻസർ. 16. A chemical synapse is a gap between two neurons where information passes chemically in the form of dash molecule. കെമിക്കൽ സിനാപ്സിസിൽ അവിടെ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത്? ന്യൂറോൺസിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കലി ആണ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ മെസ്സേജസ് പാസ് ചെയ്യുന്നത്. സോ അപ്പം ബി ആണ്, ഓപ്ഷൻ ബി, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇനി ഗ്യാപ്പ് ജംഗ്ഷൻ ഈസ് ഓൾസോ കോൾഡ്. ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. സോ അത് മറ്റൊരു പേര് അല്ലെങ്കിൽ ചില സമയം അതിനെ അറിയപ്പെടുന്നത് കൊണക്ഷൻ എന്നാണ്. സോ ബി ആണ് ആൻസർ വരുന്നത്. 18. ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ഡാഷ് അലൗസ് അയൺ ടു പാസ് ഫ്രം പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു ദ പോസ്റ്റ്. സോ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലോട്ട് പാസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സിലാണ്. കെമിക്കൽ ആണെങ്കിൽ അത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആവും. ഇലക്ട്രിക്കൽ സിനാപ്സിലാകുമ്പോഴത്തേക്ക് അത് ഗ്യാപ്പ് ജംഗ്ഷൻ ആൻഡ് കൊണക്ഷൻ. സോ രണ്ടും സെയിം ആണ്. സോ ബോത്ത് ആണ് ആൻസർ വരുന്നത്. 19. സിനാപ്റ്റിക് വെസിക്കിൾ കണ്ടെയ്ൻ. സിനാപ്റ്റിക് വെസിക്കിൾസിൽ എന്തൊക്കെയുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയായും ഉണ്ട്. സോ ബോത്ത് ആണ് ആൻസർ വരുന്നത്. ഇനി 20. ടൈനി ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസ് കോൾഡ്. സോ ടൈനി ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസിനെ പറയുന്നത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ്. സോ ഓക്കെ, താങ്ക് യു.